ഉമ്മ, താത്ത എന്താ പോവാത്തത്? 2 ദിവസം നിൽക്കാനെന്ന് പറഞ്ഞല്ലേ വന്നത്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞല്ലോ, എന്താ പോണില്ലേ? ഞാനും വിചാരിച്ചുള്ളൂ മനസ്സില്. താത്താന്റെ മനസ്സിൽ എന്തൊക്കെയൊക്കെയോ കാൽക്കുലേഷനുകളുണ്ട്. എനിക്കെന്തോ അത്രയ്ക്ക് വിശ്വാസം പോരാ. ഞാനൊരിക്കൽ ചുടുവെള്ളത്തിൽ വീണതാണല്ലോ. ഉമ്മയും മാനും കൂടിയിട്ടേ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഐഡിയയിലാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോണില്ല. എന്തെങ്കിലും ചെയ്യണമല്ലോ. ഒരു വഴിയുണ്ട്. ഇക്കാന് ഫോൺ ചെയ്യാം. നിങ്ങൾ എന്താ പറയണത്? ഞാനിപ്പോ അങ്ങ് വരാനാ? ഞാനിപ്പോ അങ്ങോട്ട് വന്നാലേ ഉമ്മാനെ ആരാ നോക്കുക? ഉമ്മ കൈയോടെ കൊടുക്കല്ലേ? നാത്തൂനാണെങ്കിൽ ഗർഭിണിയല്ലേ, അവളെ കൊണ്ട് പറ്റണ്ടേ ഉമ്മാനെ നോക്കാൻ വേണ്ടിട്ട്? ഉമ്മാന്റെ കൈയൊക്കെ മാറിയിട്ടേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. 2 ദിവസം പറഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഒരാഴ്ചയായി. അതിനിപ്പോ എന്താണ്? ഉമ്മാന്റെ കൈക്ക് സുഖമില്ലാത്ത കൊണ്ടല്ലേ? നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കുന്നു. ഞാൻ എന്തായാലും ഇപ്പൊ ഉമ്മാന്റെ കൈക്കൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ. എന്നാ ശരി, ഞാൻ ഫോൺ വെക്കണു. കേട്ടമ്മാ നിങ്ങളുടെ മരുമകൻ പറയണത്? അങ്ങോട്ട് പോവാന് 2 ദിവസം പറഞ്ഞിട്ട് വന്നതല്ലേ, ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ മതി ഇരുന്നത് എന്ന്. ഞാൻ പറഞ്ഞു ഉമ്മാന്റെ കഴുത്തേക്ക് മാറിയിട്ടേ വരുള്ളൂ എന്ന്. ഉമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. എനിക്ക് വേണ്ടടാ. വേണ്ട. താത്ത, ഇത് തിരുമാനുള്ളതാണോ? ഇത് അളിയന്റെ ഷർട്ടാണേ, ഞാൻ തിരുമാൻ പോവാണ്. അത് തിരുമാൻ തന്നെ തോന്നുന്നുണ്ട്. നീ പോയിട്ട് അവിടെ അളിയനുണ്ടാവും, അളിയനടുത്ത് ഇനി എന്തെങ്കിലും തിരുമാനൊന്ന് ചോദിക്കും, എന്നിട്ട് അതും കൂടി എടുത്തോ. ശരി. അളിയാ, ഇത് കഴിക്കല്ലേ? ഞാൻ തിരുമാൻ കൊണ്ടുപോട്ടെ? അത് തിരുമ്പാനുള്ളതൊക്കെ തന്നെയാണ്. അതവിടെ വെച്ചോ, ഞാൻ അലക്കിക്കോളാം. അത് വേണ്ട, ഞാൻ തിരുമ്പിക്കോളാം. എന്താ ഒരു സ്നേഹം ഭാര്യന്റെ അനിയത്തിനെ കൊണ്ട്. ശരിയാക്കി തരാം ഞാൻ. ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞത്? ഒരാഴ്ച ആയില്ലോ, ഇന്ന് പോയാലോ? എന്നാ പോകാം. ഉമ്മാനെയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഇന്നലെ ഡോക്ടർ ചെക്കപ്പിന് പോകാൻ പറഞ്ഞത്. ശരിയാണ്, ഞാനത് മറന്നുട്ടാ. നീ എന്നാ പോയി റെഡിയാവ്. എന്നാ പിന്നെ എല്ലാവർക്കും കൂടി പോകാലോ. ഇനിയിപ്പോ ഞാനും അതിനു വേണ്ടിട്ട് വേറൊരു ദിവസം ലീവ് എടുക്കണ്ടല്ലോ. എന്നാ ഞാൻ റെഡിയാവാ. ചെക്കപ്പിന് പോവുകയാണല്ലേ? ശരിയാക്കി തരാം. കുടിക്കുവോ അവനിത്? മണമൊന്നുമില്ല. ഇതിപ്പോൾ എങ്ങനെയാ കൊടുക്കുക? ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ സംശയിക്കും എന്നെ. എന്താ ചെയ്യുക? ഈ പെണ്ണിൻ്റെ അടുത്ത് കൊടുക്കുക. ഇതിൻ്റെ പേരെന്താണ്? റൂബി, ഇങ്ങോട്ട് വാ. ഇതേ നിന്റെ അളിയനിക്ക് കൊണ്ട് കൊടുക്ക്. ചോദിച്ചിട്ടുണ്ടായിരുന്നേ, എന്നാ കൊണ്ട് കൊടുക്ക്. അളിയാ, ഇതാ ജ്യൂസ്. ജ്യൂസാ? അവിടെ വെച്ചോ. ഇതെന്തിനാ ഇപ്പൊ ഇവള് ജ്യൂസ് കൊണ്ട് തരുന്നത് എനിക്ക്? ഞാൻ ചോദിച്ചില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, ജ്യൂസ് തന്നെയല്ലേ, കുടിക്കാം. അവൻ റെഡിയായില്ലേ? വിളിക്കേ. ഒന്നും നോക്കിയാൽ കാണൂല. ഇതൊന്നും അല്ല. പക്ഷെ എന്താ ചെയ്യാ?
ഇക്ക റെഡി ആയില്ലേ? ഉമ്മ വിളിക്കണു. ആ വരാം. ഉമ്മ, എനിക്കെന്തോ വയറിനൊരു പ്രോബ്ലം. രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ഇപ്പോ ഗുളിക നോക്കിയിട്ട് കാണാനുമില്ല. ഇനിയിപ്പോ എങ്ങനെയാ പോവാ? എന്നാ പിന്നെ ഇക്ക വരണ്ട, ഞാൻ ഉമ്മയും കൂടി ഓട്ടോ വിളിച്ച് പോയിക്കോളാം. എന്നാ നീ വരണ്ട, ഞങ്ങൾ പോവാം. ആ എന്നാ ശരി, നിങ്ങൾ പോവുമല്ലോ അല്ലേ? ആടാ ഞങ്ങൾ പോയിക്കോളാം. ആ എന്നാ ശരി. ആ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ആ ഇനി ഞാൻ പറയാൻ പോണ കാര്യേ ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. എന്ത്? ഓ എന്താ ബുദ്ധി നിങ്ങളുടെ. നീ പിന്നെ എന്താ വിചാരിച്ചെന്നെ? ആ ശരി വെച്ചോ, വെറുതെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാം. ഒരു കട്ടൻ കാപ്പി തരുമോ? ചെറുനാരങ്ങ വീണിട്ട് വയറെന്തോ പോലെ. ആ ശരി, ഇപ്പൊ തരാം. അറിയാ ഇതാ കാപ്പി. അവിടെ വെച്ചോ. ഇതെന്താ തുറക്കാൻ കിട്ടുന്നില്ല? എന്താണ്? വാതിൽ തുറക്കാൻ കിട്ടുന്നില്ല. മാറ്, ഞാൻ നോക്കട്ടെ. ശരിയാണല്ലോ, ടൈറ്റായി തോന്നുന്നു. താത്ത, താത്ത, ഈ വാതിലൊന്ന് തുറക്ക്. താത്ത, വാതില് തുറക്കാൻ കിട്ടില്ലേ? ഒന്ന് പുറത്തൊന്നും ഉണ്ടോ? താത്ത, തുറക്കില്ലടാ, അവിടെ കിടക്ക്. അവര് വരട്ടെ, എന്നിട്ട് കാണട്ടെ അവര്, എന്നിട്ട് തന്നെ തുറക്കൂടും. എന്നാലും ഇത് എങ്ങനെ ടൈറ്റായത്? ഇവർ പോയിട്ട് എത്ര നേരമായി? എന്താ ഇനിയും കാണാത്തത്? ആ ചക്കനാണെങ്കിൽ തുറക്ക് എന്ന് പറഞ്ഞ് കത്തിക്കൊണ്ടിരിക്കണം. അത് സൈനബത്താത്തയല്ലേ? അവനെ അങ്ങോട്ട് വിളിക്കാം, അവർ കാണട്ടെ. എവിടെ പോയി? ഞാനിതാ ഫാറൂഖിന്റെ പീടിക്ക് പോയതേ, പഞ്ചസാര തീർന്നേ, അപ്പൊ അത് വാങ്ങാൻ പോയതാണ്. നീ എപ്പോ വന്ന്? ഞാനൊക്കെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞേ. ഉമ്മാക്ക് സുഖമില്ലല്ലോ, കൈയൊടിഞ്ഞ് കിടക്കല്ലേ, അപ്പൊ അതൊക്കെ മാറിയിട്ട് പോകാന്ന് വിചാരിച്ചു. മരുമകളുണ്ടല്ലോ, അവള് നോക്കില്ലേ? അതും പറഞ്ഞിട്ട് അവള് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മാനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ? ഞാൻ നോക്കിക്കോളും എന്റെ ഉമ്മാനെ. ഞാനിന്ന് ഉമ്മാനെ ഒന്ന് കാണട്ടെ. വീണ് കൈയൊടിഞ്ഞെന്നൊക്കെ കേട്ടു, പക്ഷെ ഇങ്ങോട്ട് ഒന്നും വരാൻ കൂടിയിട്ടില്ല. എന്തായാലും ഞാനൊന്ന് കാണട്ടെ. അതിന് ഉമ്മ അവിടെ ഇല്ല താത്ത, ഉമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കണേ. എന്നാലും വരി, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവാ. അല്ല വേണ്ട, ഉമ്മ വരട്ടെ, എന്നിട്ട് വന്നിട്ട് വരാം. അയ് നിങ്ങൾ വരിണ്ടാത്ത, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോവാ. ആ എന്നാ ശരി. ഞാൻ ഇത്ര നേരം ഉമ്മാനെ നോക്കി നിൽക്കുകയായിരുന്നേ, അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. വരി, ഇരിക്കി. അവൾക്കിപ്പോ എത്ര മാസമായി നിന്റെ നാത്തൂനിക്ക്? എന്തായാലും പെൺകുട്ടികളുടെ ഒരു യോഗം. ഈ വീട്ടിൽ പണിക്ക് വന്നല്ലേ അവള്. നോക്ക്, ഈ വീട്ടിലത്തെ മരുമകളായില്ലേ. അങ്ങനെ വേണം പെൺകുട്ടികളുടെ തലവര. ആരാ അവിടെ? ഒന്ന് വാതിൽ തുറക്ക്. എന്താ അവിടെ ഒരു സൗണ്ട്? ഇവിടെ ആരെങ്കിലും ഉണ്ടാ?
നീയല്ലേ പറഞ്ഞു ഇവിടെ ആരുമില്ല, അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയെന്ന്. സൗണ്ട് കേൾക്കണു. ഒന്നും പറയണ്ട താത്ത, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ വെളിയിൽ പറയാൻ പറ്റുമോ? താത്താ, ഞാനിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയുക? ആ വാതിൽ തുറന്നു കൊടുക്കും, എന്നിട്ട് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളി. പോയി തുറന്നു കൊടുക്കും വാതിൽ. ഇതാ വെള്ളം, കുടിക്കും താത്ത. അതാരാണ്ടി? അതന്നെ താത്ത, ഞാൻ പറഞ്ഞില്ലേ, അതവന്റെ ഭാര്യന്റെ അനിയത്തിയാണ്. ഇതൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഞാൻ എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോണത്? അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാൻ പോകില്ല. എന്നെ ഈ വീട്ടിക്ക് വേണ്ടാന്നടക്കം പറഞ്ഞതാണ് അവനെ. ചിലപ്പോ ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കാനും പോണില്ല, ഒന്നിനുമില്ല. നിങ്ങൾ ആരുടെ പറയണ്ടോളി. ചിലപ്പോ ഞാനാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കണെന്ന് പറയാ അവൻ. എന്നാ ശരി, എന്നാ ഞാൻ പോട്ടേട്ടാ. ഉമ്മ വന്നിട്ടേ വേറൊരു ദിവസം വരാം ഞാൻ. ശരിട്ടാ. ഇനി അവരെല്ലാവരുടെ അടുത്തും പറഞ്ഞോളൂ. ഇനിയിപ്പൊ ഞാൻ നോണം പറഞ്ഞു ഉമ്മ പറയില്ലല്ലോ. ഞാൻ എത്ര നേരം താത്താനെ വിളിച്ചു. താത്ത എവിടെയായിരുന്നു? ആ വാതിലൊന്നും തുറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ സൈനിക താത്താന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അല്ലടാ, നീ എന്താ കാണിച്ചത്? നിന്റെ റൂമിൽ തന്നെ നിന്റെ ഭാര്യന്റെ അനിയത്തി ഇറങ്ങി വരുന്നത് ആ താത്ത കണ്ടത്. ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുവോ? ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭാര്യ ഒന്നും ഇവിടെ ഇല്ലാത്തതല്ലേ? അവരിനി എന്ത് വിചാരിക്കുവോ? എന്ത് വിചാരിക്കാന്? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത് വെറുതെ ആയ്യാ? അങ്ങനെ ഞാൻ വിടില്ല. വയറുവേദന എങ്ങനെയുണ്ട് മോനെ? ശരിയായ? ആ, കുഴപ്പമില്ലമ്മ, മാറി. എന്റെ ഉമ്മ, അവനക്ക് ഒരു അസുഖവും ഇല്ല. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോ. ഇപ്പോഴും അവന്റെ പണ്ടത്തെ സ്വഭാവമേ അവൻ വിട്ടിട്ടില്ല. എന്താ നീ പറയണത്? ആ സൈനികത്താത്ത കണ്ടു, ഇനിയിപ്പോ എല്ലാവരും അറിയും. എന്ത് കണ്ടുന്ന്? സൈനിക ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നാ? സൈനികത്താത്ത വന്നതേ നിങ്ങളുടെ കൈയൊടിഞ്ഞിരിക്കല്ലേ, അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ആ സമയത്തുണ്ട് ആ ചെക്കന്റെ റൂമിനെ ആ പെണ്ണുണ്ടല്ലോ റൂബി, അവള് ഇറങ്ങി വരുന്നു. ആ താത്ത കാണുകയും ചെയ്തു. ഞാൻ മാത്രമേ കണ്ടുള്ളെങ്കിലും കൂടി കുഴപ്പമില്ലായിരുന്നു. പോയി ആ താത്ത തന്നെ കാണുകയും ചെയ്തു. നീ എന്താ പറയണത്? പോടി. ആ കുട്ടിനെ അവനെ സ്വന്തം അനിയത്തിനെ പോലെയാണ് കാണുന്നത്. ആ കുട്ടിനെ അവനാണ് പഠിപ്പിക്കുന്നതും കൂടി. അവനിത് അറിയണ്ട, വെറുതെ ഇല്ലാത്ത പറയാൻ നിൽക്കണ്ട നീ. അവൻ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ അപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. ആ, ഞാൻ കണ്ടത് പറഞ്ഞു. ഇനിയിപ്പോ വേണമെങ്കിലേ നിങ്ങൾ ആ സൈനിക താത്താന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കിയോളൂ. അപ്പൊ നിങ്ങക്ക് വിശ്വാസമാവുമല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലൊന്നും വിശ്വാസമാവില്ലാലോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. തീ കൊളുത്തി വിട്ടിട്ടുണ്ട്. ഇനിയൊന്ന് ആളിക്കത്തിയാ മതി. പറഞ്ഞത് മറക്കണ്ട, ആ കുട്ടിനെയും കൂടി ഇല്ലാണ്ടാക്കണം. ആ, ഓർമ്മയുണ്ട്. ആ, ഉമ്മാന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ ഉമ്മ മിണ്ടാണ്ടിരിക്കും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവണ്ടാവാനിട്ട്. ആ പണിക്കാരൻ്റെ അടുത്തും കൂടി പറയണം. എന്നാൽ തന്നെ ആ സാധനത്തിന് ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ. എന്നാൽ തന്നെ എന്റെ പ്ലാനുകളൊക്കെ നടക്കുകയുള്ളൂ. അനിയത്തിയാണെന്നും കൊണ്ട് തലയിൽ കൊണ്ട് നടന്നാലേ അവസാനം സ്വന്തം ജീവിതം തന്നെ ഇല്ലാണ്ടാവും. എന്നാലും സ്വന്തം അനിയത്തി തന്നെ നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. അവൾ എന്ത് ചെയ്തു? എനിക്ക് എന്റെ ആങ്ങളുടെ സ്വഭാവം അറിയാണ്ടാണ്. എന്തിനു വേണ്ടിയായിരുന്നു അവൻ നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വരാനിരുന്നത്? അവനിക്ക് ഒരു അസുഖവും ഇല്ല. ഇവിടെ എന്താ ഉണ്ടായതെന്നറിയോ? ഞാൻ പറയേണ്ടത് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമാവില്ലല്ലോ. നീ വേണമെങ്കിൽ സൈനിക താത്താനോട് ചോദിച്ചു നോക്കിക്കോ, അപ്പൊ അറിയാലോ കാര്യം. ഏറ്റു. അപ്പൊ താത്ത പോണ വരെ നിന്റെ അനിയത്തിക്കൊന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്കിത്തിരി സമാധാനം കിട്ടും. എന്തിനാണ്? അവൾക്ക് ക്ലാസ് ഇല്ലേ? അവള് പോയിക്കോട്ടെ. അമ്മ, എനിക്കെന്തോ വയറിനൊരു പ്രശ്നം. എന്നാ പിന്നെ ഇക്ക വരണ്ട, ഞാൻ ഉമ്മയും കൂടി ഓട്ടോ വിളിച്ച് പോയിക്കോളാം. ആ, എന്നാ ശരി, നിങ്ങൾ പോവല്ലോ അല്ലേ?